ഹലോ, ഇതൊരാഴ്ച മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഓരോ ആഴ്ച ഒന്നര ആഴ്ചകളായിട്ടുണ്ട്. ഫോണിൽ ഇങ്ങനെ ഇപ്പോൾ മെമ്മറി ഫുള്ളെന്ന് കാണിച്ചപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറേ മുമ്പ് തന്നെ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് ഇരിങ്ങാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ അതൊക്കെ വാങ്ങി. മോൾക്ക് അവിടെ പോയ പിന്നെ ഇടങ്ങാറല്ലേ കുട്ടികളെയും കൊണ്ട്. അപ്പോൾ ഞങ്ങൾ കൊറ്റിയോട്ട് നിന്ന് ഇറങ്ങി നേരെ മണലടി പോയി മോളോനെയും കുട്ടികളെയൊക്കെ എടുത്ത് മണ്ണാർക്കാട് ചെറിയ ബ്ലോക്കൊക്കെ കടന്ന് അങ്ങനെ സാമയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തെനിക്ക് സാമിയ ടെക്സ്റ്റൈൽസ്, സാമിയ ഫാൻസി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ ഇങ്ങനെ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും ആദ്യം മനസ്സിലേക്ക് വരെ സാമിയാണ്. അപ്പോൾ അങ്ങനെ അതാ സാമിയ ഫാൻസിയിലെത്തിയിട്ടുണ്ട്. ഇതിൽ ചെന്നപാടെ ഓൾക്കുള്ള സംഭവങ്ങളുടെ പിന്നാലെയാണ് കേട്ടോ. ഞങ്ങൾ ഓരോരുത്തരും ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ കുട്ടികൾ ആവശ്യമില്ലാത്തതും കുറേ നോക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് കടയിൽ പോയാൽ പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ നൈഷുവിനൊക്കെ ബാഗ് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇലും ഒരു കുഞ്ഞു ബാഗൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾ കാറ്, ചെയർ, പോട്ടി അങ്ങനെയൊക്കെ ഇരുന്നോളൊന്ന് ട്രയൽ നോക്കുന്നുണ്ട്. കുട്ടികൾക്കൊരു ഇതെല്ലാതും വാങ്ങിച്ചു കേട്ടോ. ഇനി നോട്ട്ബുക്കും ബ്രൗൺ പേപ്പറും അതും കൂടി വാങ്ങിക്കാണ്ട് അത് കാക്കു വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിട്ടതാണ്. അപ്പോൾ ഞങ്ങൾ അതിനിടയ്ക്ക് എനിക്കും മോളൂനും ലിപ്പ് ലൈനറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കമ്മലൊക്കെ ഇപ്പോൾ എനിക്കുള്ള പ്രാന്ത് കമ്മലുമേണ് കേട്ടോ. ക്രേസ് എന്ന് പറയുന്നത് കമ്മലുകളാണ്. ഫാൻസി കമ്മലില്ലേ, അതിന് എന്തൊരു പ്രാന്ത് കയറിയ പോലെ ഭയങ്കര ഇഷ്ടമാണ് അത് വാങ്ങാനും ഡ്രസ്സിനനുസരിച്ച് അത് മാറിയിടാനൊക്കെ. പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് ആവശ്യമുള്ള ലഞ്ച് ബോക്സ് ഒന്നും നമുക്ക് വേണ്ട, അതൊക്കെ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതുണ്ട്. പൗച്ച്, ബോക്സ്, ബാഗ്, ചെരുപ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ ബോട്ടിലുകൾ, വാട്ടർ ബോട്ടിൽ, എന്തൊരു വിലയാലേ വാട്ടർ ബോട്ടിലിനൊക്കെ. ഭയങ്കര എനിക്ക് അതൊക്കെ ഭയങ്കര വില കൊടുത്ത് വാങ്ങുന്നത് ഇടങ്ങാറാണ്. കാരണം അത് കുറച്ച് നൈഷിനെയൊക്കെ സംബന്ധിച്ച് ഒക്കെ കേടെത്തും. അപ്പോൾ പിന്നെയും വാങ്ങിക്കേണ്ടി വരും. ബാഗിനും തന്നെ നല്ല റേറ്റ് ഉണ്ട്. പിന്നെ നൈഷുവിന് കഴിഞ്ഞ വർഷം തന്നെ 2 ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലതിനെ നോക്കി വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഫേമസ് പോയി ഓരോ ഫലൂദയൊക്കെ കഴിച്ച് നേരെ സാമിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇലൂനും നൈഷുവിനും ഒന്നും ഡെയിലി വേറെ വീട്ടിൽ കൂടി ഇടാൻ ഡ്രസ്സില്ല. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നത്. അവിടുന്ന് ഞങ്ങളെ നിനൂനെ കണ്ടു കേട്ടോ. പെരുന്നാൾക്ക് ഞങ്ങൾ പുല്ലശ്ശേരി പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് അപ്രതീക്ഷിതമായിട്ട് കണ്ടു. അങ്ങനെ നമുക്ക് ഒരുവിധമൊക്കെ എല്ലാതും വാങ്ങി. എന്നാലും വാങ്ങിയത് തീരൂലല്ലോ, ഒരുവിധമൊക്കെ വാങ്ങി ഞങ്ങളെ പരിപാടി തീർത്തു.